എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് തിരൂരുള്ള കൂട്ടായി ബീച്ചിലാണ്. ഈ നല്ല ശക്തമായ തിരമാലകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. നല്ല മഴയും പെയ്യുന്നുണ്ട്. എന്തായാലും നല്ല അതിശക്തമായ കലങ്ങിയ വെള്ളമായിട്ടാണ് നമ്മുടെ തിരമാലകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. എല്ലാവർക്കും മോട്ടോപ്രേമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബൈക്ക് നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ കാണുന്ന നമ്മുടെ ആ ഒരു തെങ്ങിൻ്റെ കാഴ്ചകളാണ് അതീവ സുന്ദരമായിട്ടുള്ളത്. നല്ല കാറ്റ് അടിക്കുന്നുണ്ട്. ഇവിടെ കാറ്റിൻ്റെ ദിശയൊക്കെ അറിയുന്നുണ്ടാവും. അത്രത്തോളം നല്ല കാറ്റ് ഇവിടെ അടിക്കുന്നുണ്ട്. ഈ ഒരു കാഴ്ച കാണുന്നതൊക്കെ മനസ്സിലാവും. നല്ല ശക്തമായ രീതിയിലുള്ള ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട് കടൽവെള്ളം. അത്രത്തോളം നല്ല പവർഫുള്ളായിട്ടുള്ള തിരമാല അടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവിടുത്തെ കാഴ്ചകൾ അതീവ മനോഹരമാണ്. അതുപോലെ തന്നെ പേടിപ്പെടുത്തുന്നതാണ്. കണ്ടില്ലേ, നല്ല ശക്തമായിട്ടാണ് തിരമാലകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ മുട്ടിപ്പൊളിഞ്ഞ് പോയിട്ടുണ്ട്. അങ്ങോട്ട് പോകുന്നത് അത്ര നല്ലതാവില്ല. എന്തായാലും ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. ഇവിടെ ഒരുപാട് വള്ളങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ട്രോളിംഗ് നിരോധനമുള്ള ടൈമിംഗ് ആണ്. ഈ ഒരു കാഴ്ചകളൊക്കെ ഉണ്ട്. അതായത് കാറ്റിൻ്റെ ഗതിയാണ് ഈ കാണുന്നത്. നല്ല ഇവിടെ വീടുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. 1, 2, 3, 4, 5 കിലോമീറ്റർ ഞാൻ ഈ ഒരു സൈഡിൽ മാത്രം കാണുന്നുണ്ട്. ഞാൻ അതനുസരിച്ചുള്ള പോസ്റ്റുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നല്ല എന്താണ് അവിടുത്തെ കാറ്റ്, മഴ എന്താണുള്ളത് ഈ സൗണ്ടിൽ നിന്നൊക്കെ മനസ്സിലാകുന്നുണ്ടാവും. അത്രത്തോളം നല്ല ശക്തമായ രീതിയിൽ തിരമാലകൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടത്തൊക്കെ കയറി വരുന്നുണ്ട്. മഴക്കാലമായതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു തീവ്രത കുറച്ച് കൂടുതലായിരിക്കും. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഈ ഒരു സീൻസാണ്. ആ ഒരു കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് ഓലകളൊക്കെ മാറി പോകുന്നുണ്ട്. ഇത്രത്തോളം വരുന്നുണ്ട്. എന്തായാലും ഇവിടെ നമ്മുടെ ബൈക്ക് കൂടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. കടലോര ഭിത്തികളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഈ റോഡിലൂടെ ഒന്ന് പോയി നോക്കാം എങ്ങനെയുണ്ട് നിങ്ങൾ. നമ്മുടെ ബീച്ച് റോഡാണ്. ശക്തമായ കാറ്റും അടിക്കുന്നുണ്ട്. എപ്പോഴും പേടിപ്പെടുത്തുന്ന രാത്രികളിലായിരിക്കും ഇവരൊക്കെ. കാരണം കടലാണ്. എപ്പോ ആണെങ്കിലും കലുഷിതമാകാം. ഇവിടുത്തെ ചെറിയ ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ നമ്മൾ കണ്ടതുപോലെയുള്ള ആ ഒരു റോഡ് ഇതാണ്. ഒരുപാട് ഇങ്ങോട്ട് കയറി ഇവിടെയൊക്കെ മണ്ണിടിഞ്ഞ് കടലും ഇതിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടുത്തെ മണലും കാര്യങ്ങളൊക്കെ. ഈ ഒരു റൂട്ട്സാണ്, ഈ ഒരു റോഡിലെ കാഴ്ചകളാണ് അതിലേറെ രസമുള്ളത്. നല്ല മഴയും പെയ്യുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. പക്ഷെ അതും ഒരു വൈബാണ്. ഇത് ചെറിയ റോഡാണെങ്കിലും അതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. ആരും അങ്ങനെ
ഉള്ളത് കൊണ്ട് കാണുമ്പോൾ കുറച്ചുകൂടെ വിലയാണ്. കിലോന് 400 രൂപയൊക്കെയാണ് മത്തിക്ക് ഇപ്പോൾ വില. വേറൊരു കാര്യം കാര്യങ്ങളാണ് പറഞ്ഞത്. കോഴിക്കാട്ടും മുകളിലാണ് ഇപ്പോൾ മത്തിയുടെ വില. മത്തിക്ക് അഭിമാനിക്കാമെന്നായിരുന്നു. കുളങ്ങൾ വെച്ചിട്ടുണ്ട്. ശക്തമായിട്ടാണ് എല്ലാ തിരമാലകളൊക്കെ വന്നടിക്കുന്നത്. ഇതെല്ലാം ഈ സൈഡിലൊന്നും ഇറങ്ങി എന്താണ് കാഴ്ചകൾ പോയി നോക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ ശക്തമായ രീതിയിൽ വന്നടിക്കുന്നുണ്ട് ഇവിടെ. പക്ഷെ മറങ്ങാനുള്ള ഒരു ഇതും ഇവിടെ കൊടുക്കുന്നില്ല. കാരണം നിങ്ങൾ കാണുമല്ലേ എന്തോ ഒരു നല്ല ചളി മൂടിയ വെള്ളമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടൊക്കെ ഓരോ സെക്കൻഡും കര വെള്ളം എടുത്തു പോവുകയാണ്. ഇവിടൊക്കെ കയറുന്നുണ്ട്. അതാണിപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ. തെങ്ങും ഈ ഒരു കരയും പിന്നെ ഈ ഒരു വെള്ളവും, ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. നമ്മുടെ ട്രാവൽ പാർട്ട്ണർ ഇവിടെ മഴ കൊള്ളുന്നുണ്ട്. മനുഷ്യനെ ഈ സൈഡിൽ കാണാനില്ല. എന്താണെന്ന് അറിയില്ല. നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ ഇപ്പോൾ ഈ ഒരു ഭാഗത്തുള്ളത്. അപ്പോൾ നമ്മൾ വന്ന വഴിയിലൂടെ തിരിച്ച് പോവുകയാണ്. അത്ര നല്ലൊരു ക്ലൈമറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നമ്മൾ തിരിച്ച് പോവുകയാണ്. എന്തായാലും നല്ലൊരു വൈബ് ആസ്വദിക്കാൻ പറ്റുമോ ചോദിച്ചാൽ പറ്റിയിട്ടില്ല. കാരണം ചെറുതായിട്ടൊരു മഴച്ചാറൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കത് വല്ലാതെ അനുഭവിക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും ഫസ്റ്റ് ടൈം വരുന്നതുകൊണ്ട് ഈ ഒരു വ്യൂ എനിക്ക് ഭയങ്കര രസമായി. കാരണം നമ്മൾ ഒരുപാട് റീൽസിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഈ ഒരു പ്രത്യേകിച്ച് ഈ ഒരു പോർഷൻസൊക്കെ തെങ്ങുകളും അതിൽ ചെറിയൊരു റോഡ്, ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ. തിരിച്ചുള്ള യാത്രയിലാണ്. ക്യാമറയിൽ ചെറുതായിട്ട് പോകാൻ മൂടിയിട്ടുണ്ട്. നല്ല കലുഷിതമായ സമുദ്രത്ത് വേണ്ട, ഇത് മതി. നല്ല രീതിയിൽ നല്ല തിരമാല അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ ആ ഒരു ഏരിയയിലേക്ക് എത്തി. വന്ന വഴി നേരത്തെ നമ്മൾ അങ്ങോട്ട് പോയി ഇനി തിരിച്ചു വരുന്നതാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ കലുഷിതമായ തിരമാലകളും കൊണ്ടിരിക്കുകയാണ്, കരയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളവിടുത്തെ കോട്ടായി ബീച്ചിലെ ചെറിയൊരു കാഴ്ചകൾ. സ്ഥിരം നമ്മൾ റീൽസിൽ കാണുന്ന പോലെയുള്ള ആ ഒരു സ്ഥലമാണിത്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും ഒരു. സോ until we meet again, bye bye.